ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितं ये कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानु सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। സോ എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 12 17 ശ്ലോകം മുതൽക്ക്. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയ. സിമി മാതാജി. हरे कृष्णा। यो न हृष्यति न द्वेष्टि न शोचति न काङ्क्षति शुभाशुभा परित्यागी भक्तिमान् यः स मे प्रियः। सुजय प्रभु माताजी. हरे कृष्ण प्रभु, धन्यवाद प्रणाम। यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभा परित्यागी भक्तिमान् यः स मे प्रियः। हरे कृष्ण प्रभु, धन्यवाद। हरे कृष्ण प्रभु जी। यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभा परित्यागी भक्तिमान् यः स मे प्रियः. വിവർത്തനം പ്രഭുജി. സന്തോഷിക്കുകയോ ദേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. ഹരേ കൃഷ്ണ. One who neither rejoices nor grieves, who neither laments nor desires, and who renounces both auspicious and inauspicious things. Such a devotee is very dear to me. ഭഗവാൻ പറയുന്ന ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ एकदम മൊറോസാവുക. അങ്ങനത്തെ ആൾക്കാരല്ല ഭഗവാൻ ഇഷ്ടം. ഓസ്പീഷ്യസ് ഇൻഓസ്പീഷ്യസ്, മംഗളം അമംഗളം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മംഗളം അമംഗളം ഇല്ല. ഒരു ശുദ്ധ ഭക്തന് എല്ലാം പോസിറ്റീവായിട്ടിനെ കാണുള്ളൂ. അമംഗളമായിട്ട് നമ്മളുടെ എക്സ്റ്റേണലി കാണുന്ന കാര്യങ്ങളും അത് മംഗളമായിട്ട്, കാരണം അത് ഭഗവാന്റെ ആ ഒരു മേഴ്സി തന്നെയാണ് ഭക്തൻ കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ആ പർട്ടിക്കുലർ ഡിവോട്ടിക്ക് നല്ലതായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് മംഗളം അമംഗളം കണ്ടുള്ള സമയമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മംഗളമായിട്ടുള്ളൊരു മുഹൂർത്തം നോക്കുന്നു അല്ലേ? അത് ആവശ്യമില്ല, അത് ആവശ്യമാണ്. പക്ഷേ എന്നിട്ടും അമംഗളമായിട്ട് അത് ഭവിച്ചാൽ അതിനെ കൂടുതൽ ദുഃഖിക്കൂല. മംഗളമായിട്ട് എന്തെങ്കിലും ഭവിച്ചാൽ അതിന് കൂടുതൽ ഒരു എലേഷൻ, ഒരു റിജോയ്സസ് രണ്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂട്രലായിട്ട് ഇക്വിപ്പോയ്സായിട്ട് സന്തോഷത്തിനും സന്താപത്തിനും എല്ലാം ഇക്വിപ്പോയ്സായി നിൽക്കുന്ന ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക ലോകത്തിലെ സുഖം ദുഃഖം വന്നും പോയിക്കൊണ്ടിരിക്കും അല്ലേ? അത് നമ്മുടെ കയ്യിലല്ല. ഓരോരുത്തരെയും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും.
വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. ദ്വന്ദ്ങ്ങൾ നിറഞ്ഞാണ് ഭൗതിക ലോകം. ഇതെല്ലാവർക്കും അറിയാം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഏത് വ്യക്തിയാണ് വിനിർമുക്തനാവുന്നത് അവരെ എനിക്കിഷ്ടമാണ്. ദ്വന്ദ്ം ഈ മെറ്റീരിയൽ വേൾഡിന്റെ ആ ഒരു നേച്ചർ തന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡ് ആവില്ലല്ലോ. ആധ്യാത്മിക ലോകത്തിൽ ദ്വന്ദ്ങ്ങളില്ല. അവിടെ സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖം അവിടെ ഇല്ല, മിസറീസ് ഇല്ല, ക്ലേശങ്ങളില്ല. അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഇവിടെ ഭൗതിക ലോകത്തിന് മാത്രമാണ് നമ്മൾ ഓപ്പോസിറ്റ്സ് കാണുന്നത്. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മരേത് വിപരീതസ്യാത് ശ്രീ ചൈതന്യ നമാമിതം എന്നാണ്. കഥാഞ്ചന സ്മൃതേ യസ്മിൻ, അതായത് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുകയാണെങ്കിൽ ദുഷ്കരേത് സുഖരം ഭവേത്, നമ്മുടെ ദുഷ്കരമായിട്ടുള്ള, അതായത് നമ്മുടെ ഡിസ്ട്രെസ്, നമ്മുടെ ദുഃഖമായിട്ടുള്ള അവസ്ഥ, ക്ലേശങ്ങള്, അതെല്ലാം എന്തായി തീരും? ദുഷ്കരേത് സുഖരം ഭവേത്, സുഖമായിട്ട് തീരും. വിസ്മരേത് വിപരീതസ്യാത്, നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ മറക്കുകയാണെങ്കിൽ അതിന് വിപരീതം സംഭവിക്കും. ഈവൻ സുഖകരമായിട്ടുള്ളത് ദുഃഖകരമായിട്ട് തീരുന്നവരാണ്. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഔദാര്യം. നമുക്ക് ജസ്റ്റ് സിംപ്ലി ബൈ റിമെമ്പറിങ് ഭഗവാന്റെ നാമം, ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. കലിയുഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം നമ്മളുടെ എന്താണ്? ഭഗവാനെ സ്മരിച്ചാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. കലിയുഗത്തില് നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ് സ്മരിക്കുന്നതെങ്കിൽ ഭഗവാനെ സ്മരിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മതി, ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നവരാണ്. എനിക്ക് ഒരാൾ സഹായിക്കണം, ധനം കൊണ്ട് സഹായിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി സഹായിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രസാദം കൊടുക്കണം, മനസ്സിൽ ചിന്തിച്ചാൽ മതി, കൊടുത്തതിൻ്റെ ഫലം കിട്ടും. ഇത്രയും ഡിസ്കൗണ്ട്, ഇത്രയും കൺസെഷൻ ആരെങ്കിലും തരുമോ? നല്ലത് ചിന്തിച്ചാൽ മതി. നേരെ മറിച്ച് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും അങ്ങനത്തെ യുഗത്തില് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഒരാളെ നമ്മൾ എന്തെങ്കിലും ദോഷം ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ ലൂട്ട് ചെയ്യണം, ഒരാളെ കൊല്ലണം, മനസ്സിൽ ചിന്തിച്ചാൽ നമുക്ക് അതിന്റെ കർമ്മഫലം കിട്ടും, നെഗറ്റീവ്. അതേപോലെ തന്നെ നല്ലത് ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, ചെയ്തന്നെ കാണിക്കണം, അപ്പം മാത്രമേ അതിന്റെ ഫലം കിട്ടുള്ളൂ. കലിയുഗ നേരെ ഓപ്പോസിറ്റാ. എന്തെങ്കിലും നമ്മൾ സിൻഫുൾ ആക്ടിവിറ്റീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പണിഷ്മെന്റ് കിട്ടൂ. ഇപ്പൊ ഞാൻ മനസ്സിൽ ഒരാളെ ദൂഷിക്കുകയാണ്, എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും? ഇല്ല. എന്നെ പണിഷ് ചെയ്യോ? ഇല്ല. ഞാൻ ഒരാളെ ഫിസിക്കലി ഉപദ്രവിച്ചാൽ മാത്രമേ എനിക്ക് ഈവൻ മെറ്റീരിയലി ആൾസോ സ്പിരിച്വലി ആൾസോ, അല്ലേ? സ്പിരിച്വലി ഭഗവാൻ നമുക്ക് എന്തെങ്കിലും അത് കണക്ക് തരും. പക്ഷെ സത്യയുഗത്തില് ത്രേതായുഗത്തില് അങ്ങനത്തെ മുൻ യുഗത്തിൽ അങ്ങനെയല്ല. മനസ്സിൽ ദൂഷിച്ചാൽ മതി, അതിൻ്റെ ഇത് കിട്ടും, അതിൻ്റെ ആ സിൻഫുൾ റിയാക്ഷൻ കിട്ടും. ഇവിടെ നമുക്ക് എത്ര കൺസെഷൻ നമ്മൾ പ്രവർത്തിക്കേണ്ട നല്ലത്. നേരെ മറിച്ച് ദുഷിച്ചാലോ, ഒരാളെ പറ്റി ദുഷിച്ചു, ഒരാളെ ഞാൻ വകവരുത്തണം, അങ്ങനെയുള്ള മെന്റാലിറ്റിയോട് ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ശിക്ഷ കിട്ടില്ല. പക്ഷേ അതിന് ദൂഷ്യം എന്താണ്? അങ്ങനെ ചിന്തിക്കുന്നതിന് ഉടനെ അതിൻ്റെ ഫലം കിട്ടില്ല. പക്ഷെ പിന്നീട് എന്താവും? തോട്ട്സ് എന്താവും? അത് വേർഡ്സ് ആവും, വേർഡ്സ് എന്താവും? ഡീഡ്സ് ആവും. അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ ചിന്തയാണല്ലോ അത് വാക്കുകളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ വാക്കുകളിൽ നിന്നാണല്ലോ നമ്മൾ അത് ആക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറയും, നമ്മൾ ചിന്തിച്ചാൽ, തെറ്റായിട്ട് ചിന്തിച്ചാൽ ഒന്നും സംഭവിക്കില്ല, തീർച്ചയായും സംഭവിക്കില്ല. പക്ഷെ അതിന് ആക്ഷനിലേക്ക് പരിവർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള സിൻഫുൾ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, കഥാഞ്ചന സ്മൃതേ യസ്മിൻ, ചൈതന്യ മഹാപ്രഭുവിനെ ജസ്റ്റ് സ്മരിച്ചാൽ മതി, എല്ലാ ദുഷ്കൃതമായിട്ടുള്ള കാര്യങ്ങളും സുഹൃതമാവും, നന്നായിട്ട് ഭവിക്കും. അതിന് വിപരീതമാണ് സ്മരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? നല്ല കാര്യങ്ങളും എന്താണ്? അത് ഒരു ചീത്ത, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കാൻ, ഇക്വിപ്പോയിസ്ഡായിട്ട് നിൽക്കാൻ,
നല്ലതും വരും ചീത്തയും വരും, ഒക്കെ നമ്മളുടെ കർമ്മത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനെ ഈക്വൽ വിഷനോട് കാണണം. ഡോണ്ട് ബി ടു എലൈറ്റഡ്, ഡോണ്ട് ബി ടു ഡിജക്റ്റഡ് ആൾസോ. അങ്ങനത്തെ ഒരു ഭക്തനെ എനിക്ക് വളരെ പ്രിയമാണ് എന്നാണ് പറയുന്നത്. So a pure devotee is neither happy nor distressed over material gain and loss, nor is he very much anxious to get a son or disciple, nor is he in distress by not getting them. കിട്ടിയാലായി ഇല്ലെങ്കിലായി, രണ്ടിനും ഓക്കെയാണ്, നോ കംപ്ലൈൻറ്റ്. അതാണ് ശുദ്ധഭക്തൻ. കിട്ടിയാൽ ഭഗവാന്റെ മേഴ്സി, കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ മേഴ്സി. നമ്മൾ കിട്ടിയാൽ ഭഗവാന്റെ മേഴ്സി, കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ മേഴ്സി അല്ല. കിട്ടിയില്ലെങ്കിൽ ഭഗവാനെ അപ്പോൾ പഴിക്കും. ഞാൻ ഇത്രയൊക്കെ നാമജപം ചെയ്തിട്ടും ഇത്രയൊക്കെ ഡിവോഷണൽ സർവീസ് ചെയ്തിട്ടും എന്നിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലേ, എനിക്ക് ഇങ്ങനത്തെ ക്ലേശങ്ങൾ വന്നില്ലേ. പക്ഷെ ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും മേഴ്സിയാണ്. ഭഗവാൻ തന്നാലും മേഴ്സി, ഭഗവാൻ തന്നിട്ടില്ലെങ്കിൽ മേഴ്സി. ഭഗവാനിൻ്റെ നിന്ന് എടുത്താലും മേഴ്സി, എടുത്തിട്ടില്ലെങ്കിലും മേഴ്സി. ഇതാണ്, അങ്ങനത്തെ ഒരു ഡിവോട്ടിയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇഫ് ഹി ലോസസ് എനിത്തിങ് വിച്ച് ഇസ് വെരി ഡിയർ ടു ഹിം, ഡസ് നോട്ട് ലാമെന്റ്. നമുക്ക് അങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ? ഇല്ല. എന്തെങ്കിലും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഭഗവാൻ സ്നാച്ച് ചെയ്യാണ് നമ്മുടെ അടുത്ത്. നമുക്ക് ആ ഒരു തരത്തിലേക്ക് നിൽക്കാൻ പറ്റുമോ, പെരുമാറാൻ പറ്റുമോ? That we will not lament? No, we will definitely lament. Similarly, if it does not get what he desires, he is not distressed. നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടില്ലെങ്കിലും അവിടെ വഴി പറയില്ല, നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. അത് ഡിവോട്ടീസിന് വിഷമമുണ്ടാവില്ല. He is transcendental in the face of all kinds of auspicious, inauspicious and sinful activity. കാരണം ഡിവോട്ടി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് അറിയാം. ഈ ലോകം, ഭൗതിക ലോകം ദുഃഖാലയം, അശാശ്വതമാണ്. അവിടെ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നത് such people are living in fool's paradise. പ്രഭാത പറയുന്നത്, പ്രഭാത ലാംഗ്വേജിൽ. ഓക്കെ, ഭൗതിക ലോകത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ വേർ ദ ലിവിങ് ഇൻ ഫൂൾസ് പാരഡൈസ്. അപ്പം അവിടെ ഓസ്പീഷ്യസ്, ഇൻഓസ്പീഷ്യസ് എല്ലാം ഉണ്ടാവും, ഫേവറബിൾ, അൺഫേവറബിൾ എല്ലാം ഉണ്ടാവും. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ പഠിക്കണം. അതന്നെയല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നത്, മാത്രാസ്പർശാസു കൗന്തേയ ശീതോഷ്ണാസുഖ ദുഃഖദ ആഗമപ്പായനോ അനിത്യസ് നാം പ്രതീക്ഷസ്വ ഭാരത. ഈ സെൻസ് ഒബ്ജക്ട്സ് ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് നല്ലതും ചീത്തയും, സുഖവും ദുഃഖവും, തണുപ്പും ചൂടും ഇതെല്ലാം ഉണ്ടാവും. ഇതിന് ടോളറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഭഗവാൻ. ടോളറേറ്റ്, യു കനോട്ട് എസ്കേപ്പ്. ചൂടുകാലം മാത്രം മതി, തണുപ്പ് കാലം വേണ്ടെന്ന് പറയാൻ പറ്റും. മഴക്കാലം വേണ്ട, തണുപ്പ് കാലം മാത്രം മതി പറയാൻ പറ്റും. അതിൻ്റെ ആ സമയത്ത് അത് വരും. നല്ല സമയം ചീത്ത സമയം നമുക്ക് വരും, സുഖം ദുഃഖം വരും. ട്രൈ ടു ടോളറേറ്റ്. രണ്ടും ടോളറേറ്റ് ചെയ്യാണ് പറയുന്നത്. സുഖത്തിനെയും ടോളറേറ്റ് ചെയ്യണം, ദുഃഖത്തിനെയും ടോളറേറ്റ് ചെയ്യണം. ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ, നമുക്ക് അറിയാം അത് അനിത്യമാണ്. ആഗമപ്പായനോ അനിത്യ, അത് ടെമ്പററിയാണ്. അപ്പോൾ ടൈം വിൽ പാസ്. നല്ല സമയം പാസ്സാവും, ചീത്ത സമയം പാസ്സാവും. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സ്റ്റേ ദർ ഫോർ എവർ. നല്ല സമയം ചീത്ത സമയം. അപ്പോൾ യു ഹാവ് ടു ടോളറേറ്റ്. മഴക്കാലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തണുപ്പ് കാലം വരും, അത് കഴിഞ്ഞാൽ ചൂടുകാലം വരും. ഒരാൾക്ക് എപ്പോഴും വിജയമായിരിക്കില്ല, ചില സമയത്ത് വിജയമായിരിക്കും, ചിലപ്പോൾ തോൽവിയായിരിക്കും, ചിലപ്പോൾ നല്ല ആരോഗ്യം, ചിലപ്പോൾ ആരോഗ്യം നന്നാവില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിൻ്റെ ആ ഒരു നേച്ചർ അങ്ങനെയാണ്, പ്രകൃതി നിയമമാണ്. സോ ടോളറേറ്റ് ദാറ്റ്. അവിടെ വെറും ദുഃഖം മാത്രം ടോളറേറ്റ് ചെയ്യാൻ അല്ല പറയുന്നത് ഭഗവാൻ. ഭഗവാൻ സുഖവും ടോളറേറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ എന്തിനാ സുഖം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടല്ലേ? സുഖത്തിൽ നമ്മൾ ആനന്ദിക്കേണ്ടല്ലേ, സന്തോഷിക്കേണ്ടല്ലേ? പിന്നെ എന്തിനാണ് ഭഗവാൻ അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടോപ്പിക്ക്, എങ്കിലും കൊണ്ട് ജസ്റ്റ് ആസ് എ റിവിഷൻ. എന്തിനാണ് സുഖം വരുമ്പോൾ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ? ടോളറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്തത്, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, അതിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണം. പക്ഷെ സുഖം വരുമ്പോൾ, നല്ലൊരു ന്യൂസ് വരുമ്പോൾ, വെൻ യു ഗെറ്റ് എ ഗുഡ് പ്രൊമോഷൻ, ഗുഡ് ഇൻക്രിമെന്റ്, good house, good car,
good family, good children, why you have to tolerate? എന്തിനാണ് ഭഗവാൻ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറയുന്നത്? എന്നാ കാരണം? അധികം സന്തോഷിക്കാൻ പാടില്ല, അടുത്ത വീണ്ടും ഡും എന്നായി പോവും. കൂടുതൽ സന്തോഷിച്ചാൽ ഞാൻ പറയില്ലേ, അധികം ചിരിക്കല്ലേ, കരയാൻ ഇടവരെന്ന് പറയില്ലേ. അപ്പോ സന്തോഷിച്ചാൽ, കൂടുതൽ സന്തോഷം വന്നാൽ എന്താണ്, നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ നിലയെല്ലാം തെറ്റും, അറഗൻസ് ആവും, പ്രൗഡാവും. എപ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആൾബലമുണ്ട്, ധനത്തിന്റെ ബലമുണ്ട്, അങ്ങനെ എല്ലാ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത്, ആരെ ഭയക്കുന്നത്? അങ്ങനെ നമ്മുടെ വളരെ അറഗന്റ് ആയിരിക്കും. അങ്ങനെ അറഗൻസ് വരുമ്പോൾ നമ്മുടെ ചീത്ത പ്രവൃത്തികൾ ഏർപ്പെടും, സിൻഫുൾ ആക്ടിവിറ്റീസ് ഏർപ്പെടും. ദാറ്റ് വിൽ ലീഡ് ടു അവർ ഡിസ്ട്രക്ഷൻ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നല്ല സമയം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കൂടുതൽ ധനം വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമായി, അതെവിടേക്ക് നയിക്കും? അപ്പോൾ സിൻഫുൾ ആക്ടിവിറ്റീസിലേക്ക് അത് നയിക്കും നമ്മളെ. നമ്മളെ ആരെങ്കിലും ചെക്ക് ചെയ്യാനില്ലെങ്കിൽ, നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ, നമ്മൾ തന്നിഷ്ടം ജീവിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരും. സോ ഇറ്റ് ഈസ് ലീഡിങ് ടു സിൻഫുൾ ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, സന്തോഷത്തിനെയും പേടിക്കണം, സുഖത്തിനെയും പേടിക്കണം, നല്ല സമയത്തെയും പേടിക്കണം. കാരണം unnecessarily it complicates, it leads to sinful life. അതാണ് അതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഈവൻ കുന്തി മഹാറാണി പറയുന്നു, അതായത് ആർക്കാണ് ഭഗവാനെ സമീപിക്കാൻ പറ്റുക? ഏറ്റവും കൂടുതൽ ഭഗവാനെ ഉപാസിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് പോകാനും ആർക്കാ പറ്റുക? ജന്മ ഐശ്വര്യ ശ്രുതസീബിർ അങ്ങനത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാണിച്ചാൽ അവർ എനിക്കെന്താ ദൈവം, എനിക്കെല്ലാം ഉണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ധനമുണ്ട്, നല്ല പേരും പ്രശസ്തിയുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, കോപ്പുണ്ട്, നൗക്കറുണ്ട്, ചാക്കറുണ്ട്, പിന്നെ എന്തിനാ ഭഗവാൻ? അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ എന്തായി? തന്നിഷ്ടം, എന്തും ചെയ്യാന്നുള്ള ഒരു അധികാരം. അതുകൊണ്ട് ജന്മം, ഐശ്വര്യം, ശ്രുതാശ്രീ ഇതുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് പാപ്പറായിട്ട് ആൾക്കാർ എന്താ പറയുന്നത്? കിം അകിഞ്ചന ഗോചര. അതായത് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഈസി എക്സസ് ആണ്. ഭഗവാൻ വേണം, കാണിച്ചാൽ നമുക്ക് ആരുമില്ല, നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൈവിട്ടു പോയി. ഗജേന്ദ്രന്റെ അവസ്ഥ അതായിരുന്നു. ആദ്യം ഭയങ്കര അറഗൻ്റായിരുന്നു, പ്രൗഡ്, എനിക്ക് നല്ല കുടുംബമുണ്ട്, ഒരുപാട് ഫീമെയിൽ എലിഫൻസ് ഉണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, വലിയൊരു സന്നാഹം തന്നെയുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തിനാ പേടിക്കണം? അങ്ങനെ ആദ്യം മുതൽ പിടിച്ചപ്പോൾ അതിനും കാര്യമാക്കില്ല. 1000 വർഷം ആണ് ശ്രമിച്ചത്. ഫാമിലി, തൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇത് അദ്ദേഹത്തിന്റെ ഫെയ്റ്റിന് വിട്ടുപോയി. നമ്മൾ പോയി, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ആരുണ്ടായത്? ഭഗവാൻ മാത്രം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ മറക്കും നമുക്ക് അഹംഭാവം വന്നാൽ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഭഗവാനെ ഓർമ്മിക്കാൻ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ, നമ്മളെ സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ ഓർക്കും. അതുകൊണ്ടാണ് ഈവൻ കുന്തി മഹാറാണി ഇതാ പറയുന്നത്, ജന്മം, ഐശ്വര്യം, ശ്രുതാശ്രീ ഇതൊക്കെ ശരിക്കും ആക്ച്വലി ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, ഒബ്സ്റ്റാക്കിളാണ്, ഇംപെഡിമെന്റ് ആണ് ഇൻ അവർ ഡിവോഷണൽ ലൈഫ്. അതില്ലാത്തവർക്ക് ഈസിയാണ്. അതില്ലാത്തവർക്ക് ഭഗവാനെ സ്മരിക്കാൻ വേറൊരു ഇതുമില്ല. നമ്മുടെ എന്താ ഉള്ളത്? അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ പ്രൊട്ടക്ഷനും കിട്ടും. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ഭക്തൻ ഒരു ഇക്വിപ്പോയ്സ് ആവണം, ന്യൂട്രൽ ആയിരിക്കണം എന്നാണ് ഭഗവാനോട് ആഗ്രഹിക്കുന്നത്. ഈസ് ട്രാൻസെൻഡന്റൽ ഇൻ ദ ഫേസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് auspicious, inauspicious and sinful activities. He is prepared to accept all kinds of risk and for the satisfaction of the Supreme Lord. Nothing is an impediment in the discharge of his devotional service. Such a devotee is very dear to me. Krishna. Okay? അപ്പോൾ ഏതൊരു പരിസ്ഥിതിയിലും എത്ര തന്നെ ഒരു ഡേഞ്ചറസ് റിസ്കി സിറ്റുവേഷൻ ആണെങ്കിലും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശുദ്ധഭക്തൻ ശ്രമിക്കും. അതിൽ യാതൊരു കുറവും കാണിക്കില്ല.
സമയം ഉണ്ടെങ്കിൽ നോക്കാം, എന്തിനാണ്, അങ്ങനെയല്ല. അതിന് പ്രയോറിറ്റി. അവനവന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ സെക്കൻഡറി ആണ്. ഭഗവാന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും അവിടെ തന്റെ ഭക്തന് പ്രയോറിറ്റി കൊടുക്കും. നിങ്ങൾക്ക് സമയമില്ലേ, അപ്പൊ എനിക്ക് സമയമില്ലേ. ഭഗവാൻ പറയും, നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ ഞാൻ തന്നിട്ടുണ്ട്, അതിലെ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ എന്നെ പ്രാർത്ഥിക്കാൻ, ഉപാസിക്കാനുള്ള സമയമില്ലേ. അപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറയും. യഥാമം പ്രപദ്യന്തി താം സദൈവ ഭജാമ്യഹം. എങ്ങനെ, ടു വാട്ട് എക്സ്റ്റെന്റ് വൺ കംസ് ഓർ അഡ്വാൻസസ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഐ ആൾസോ ഹെൽപ് ദം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഭഗവാനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏതൊരു ഭക്തനാണോ ഭഗവാൻ അവരെ പ്രയോറിറ്റൈസ് ചെയ്യും. നമുക്ക് ഭൗതിക തലത്തിൽ ഇതാണോ പ്രയോറിറ്റൈസ്, അത് പ്രകാരം ഭഗവാൻ നോക്കി, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ ഇൻ ദിസ്, ലെറ്റ് ഹിം get his karma, let him get his sinful or fruitful reactions. നല്ല കർമ്മം ചെയ്താൽ അതിന്റെ റിയാക്ഷൻ, ചീത്ത കർമ്മം, അപ്പൊ അത് ആർക്ക് വിട്ടുകൊടുക്കും? പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. ഭഗവാൻ നേരിട്ട് ഇടപെടില്ല. പക്ഷെ ഭഗവാനെ സമർപ്പണം ചെയ്യുമ്പോൾ ഭഗവാൻ ഇടപെടും. അപ്പോൾ ആ ഭക്തന് അനുഗ്രഹം കിട്ടും. നല്ലത് മാത്രം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഭഗവാൻ കൊടുക്കും. അപ്പോൾ ഇതൊന്നും ഒരു ഇംപെഡിമെന്റ് ആവാൻ പാടില്ല. നമുക്ക് വരുന്ന ദുഃഖം, നമുക്ക് വരുന്ന ക്ലേശങ്ങൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഭഗവാന്റെ സേവനത്തിന് ഒരു ഇംപെഡിമെന്റ്, ഒരു ഒബ്സ്ട്രക്ഷൻ വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഡിവോട്ടിയാണ് ഭഗവാന് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത്. So text 18 and 19. Sama satrocha mitrecha tatha manapamanayo sitoshna sukha dukkeshu samasanga vivarjida tulya nindastu dirmauni santushto yena kenachit aniketasti ramadir bhaktiman me priyo naraha. Sama satrocha mitrecha tatha manapamanayo sitoshna sukha dukkeshu samasanga vivarjida tulya nindastu dirmauni santushto yena kenachit अनिकेतास्ति रामते भक्तिमान में प्रियो न रहा. ये पार्वती माता जी. हरे कृष्णा प्रभु जी. मुझे ना तारक को समा शत्रौ च मित्रे च तथा मानापमानयो शीतोष्ण सुख दुःखेषु समासंगा विवर्जिता तुल्य निंदा स्तुतिर्मौनी संतुष्टो येन केनचित् अनिकेता स्थिरमतिर् भक्तिमान में प्रियो नरः. हरि बोल. अर्चना माता जी. हरे कृष्णा. हरे कृष्णा. समा शत्रु च मित्रे च तथा मनापमानयो शीतोष्ण सुख दुःखेषु समासंग विवर्जिता तुल्य निंदा स्तुतिर्मौनी संतुष्टा येन केनचित् अनिकेता स्थिरमतिर् भक्तिमान में प्रियो नरः. जी बोल. सिमी माता जी. ഹരേ കൃഷ്ണ. പ്രഭുജി ഒന്ന് ഇത്തിരി താഴെ. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ നരഃ. जी बोल. सुजय प्रभु एंड माता जी. हरे कृष्ण प्रभु. सम शत्रु च मित्रे च तथा मानापमानयो शीतोष्ण सुख दुःखेषु समसंग विवर्जितः तुल्य निंदास्तुतिर्मौनी संतुष्टो येन केनचित् अनिकेत स्थिरमतिर् भक्तिमान में प्रियो नरः. हरे कृष्ण प्रभु. हरि बोल. हरे कृष्ण प्रभु जी. समा शत्रौ च मित्रे च तथा मानापमानयो शीतोष्ण सुख दुःखेषु समासंग विवर्जितः तुल्य निंदास्तुतिर्मौनी संतुष्टो येन केनचित् अनिकेता स्थिरमतिर् भक्तिमान में प्रियो नरः.
ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ്, ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേ വിധം കൈക്കൊണ്ട് അസത് സംഘത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹിക ബോധം ഉപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവനാണ്. ഹരേ കൃഷ്ണ. Reward. One who is equal to friends and enemies, who is equipoised in honor and dishonor, heat and cold, happiness and distress, fame and infamy, who is always free from contaminating association, always silent and satisfied with anything, who doesn't care for any residence, who is fixed in knowledge, and who is engaged in devoted service. Such a person is very dear to me. ഒരുപാട് കണ്ടീഷൻസ് ആണ് അല്ലേ? നമ്മളിവിടെ എവിടെ ഫിറ്റാവുന്നത്? എവിടെയെങ്കിലും ഫിറ്റാവുന്നുണ്ടോ? വൺ ഈസ് ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. ഈക്വൽ ആണോ നമ്മള്? ഫ്രണ്ട്സിനോടും എനിമീസും ഒരേപോലെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടോ? പറ്റുമോ? പറ്റില്ല. പക്ഷെ ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്. ഇല്ല, ബുദ്ധിമുട്ടാണ്. ഇല്ല പ്രഭു, ബുദ്ധിമുട്ട്. ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഭഗവാന്റെ ഡിമാൻഡ് ഹൈ ഡിമാൻഡാ. ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. നമ്മളുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരേപോലെ കാണണം. ആരാ അങ്ങനെ കണ്ടിരുന്നത്? പ്രഹ്ലാദാണോ പ്രഭുജി? അല്ല, അച്ഛൻ യുധിഷ്ഠിരനോ? യുധിഷ്ഠിര മഹാരാജ്, അജാതശത്രു. ഫ്രണ്ട്സും ഈവൻ തന്റെ പഞ്ചപാണ്ഡവന്മാരെ ബ്രദേഴ്സിനെയും മറ്റേ ദുര്യോധനക്ക് ഒരേ ഇതിലാ കാണുന്നു. യുദ്ധം ചെയ്യുമ്പോ അവര് ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരേ ടേബിൾ ഇരുന്ന് നാട്ടുവാർത്താനൊക്കെ പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കും. എസ്പെഷ്യലി യുധിഷ്ഠിര മഹാരാജ്, അജാത ശത്രു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ശത്രുക്കളില്ല. അദ്ദേഹത്തിനെ മറ്റുള്ളവർ ശത്രുക്കളായിട്ട് കാണാം. ഇപ്പൊ ദുര്യോധനൻ അദ്ദേഹത്തിനെ ശത്രുവായിട്ട് കാണാം. പക്ഷേ ഒരിക്കലും ദുര്യോധനെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. ഇനി ഒരു കാരണം, ദുര്യോധനൻ എന്നുള്ള പേരിൽ തന്നെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോണോട്ടേഷൻസ് രണ്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനെ സുയോധന എന്ന് പറയും. അപ്പോൾ അവിടെ നെഗറ്റീവ് കോണോട്ടേഷൻ ഇല്ല, തെറ്റിദ്ധരിക്കില്ല. ദുര്യോധന രണ്ടും പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. അതായത് ദുര്യോധന എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ, പോസിറ്റീവ് പറഞ്ഞാൽ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ. രണ്ടും ചെയ്യാം. സുയോധന എന്ന് വിളിച്ചാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദുര്യോധനെ സുയോധന എന്ന് അദ്ദേഹം വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയും കൂടിയും അത്രയും കൂടിയും ഇതായിട്ടാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് ഒരാളും ശത്രുക്കളായിട്ടില്ല. അദ്ദേഹത്തിനെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടാവും. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ അദ്ദേഹത്തിനെ അജാത ശത്രു എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമുക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ ഡിമാൻഡ്സ് ആണ്. ചൈതന്യ മഹാപ്രഭു ഈ ഡിമാൻഡ്സ് ഒന്നും വെച്ചിട്ടില്ല. നമ്മള് സേഫ് ഹാൻഡ്സിലാണ്. ആക്ച്വലി ചൈതന്യ മൂവ്മെന്റിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സേഫ് ഹാൻഡ്സിലാണ്. കൃഷ്ണനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ കൃഷ്ണൻ ആ ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നടക്കുള്ളൂ. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അദ്വൈതാചാര്യോട് പറയുന്നത്, ഗോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദിസ് കൃഷ്ണ പ്രേമ ടു എനിവൺ ആൻഡ് എവറി വൺ, ഈവൻ ടു പീപ്പിൾ ബിലോ ചണ്ടാല ലെവൽ എന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ മേഴ്സി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട. ഏത് തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കൊടുക്കാനാ പറയണത്. ചൈതന്യ മഹാപ്രഭു കൊടുക്കാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്തും അതിനുള്ള അർഹതയും നമുക്ക് എംപവർമെന്റും കിട്ടും. നമുക്ക് അർഹതയില്ലെങ്കിലും നമുക്ക് അർഹതയും കൂടിയും തരും. ഇപ്പൊ ശ്രീല പ്രഭുപാദരും അതേപോലെ മറ്റുള്ള ആചാര്യന്മാരും തന്റെ ശിഷ്യഗണങ്ങളോട് പറയും, ഇങ്ങനെ എന്തെങ്കിലും ടാസ്ക് കൊടുക്കും, ഗോ ആൻഡ് ഡു ഇറ്റ്. അവർക്ക് കഴിവുണ്ടായിട്ടല്ല, അവർക്ക് ആ ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ട് ഒരു എംപവർമെന്റും കൂടിയും കൊടുക്കും. അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളിപ്പോ എന്നോട് പറയാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ. എനിക്ക് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്. ഞാൻ എങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിനോട് എഡ്യൂക്കേറ്റ് നോളേജ്. അതേ പക്ഷേ നേരെ മറിച്ച്
ഗുരു അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും എൻട്രസ്റ്റ് ചെയ്യാണ്, എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനോട് കൂടി ആ എംപവർമെന്റും കൂടി കൊടുക്കും. നമ്മുടെ സ്വന്തം കഴിവായിരിക്കില്ല അത്, ഭഗവാന്റെ ആ ഒരു എംപവർമെന്റ് കാരണമാണ്. ഈവൻ ബ്രഹ്മാവിന് ഒന്നും മനസ്സിലായില്ല ആദ്യം. ഭഗവാൻ ഇമ്പാർട്ട് ചെയ്യാണ് നോളജ് ഹൃദയത്തിലേക്ക്. അതേപോലെ ഏതൊരു ശിഷ്യനും തൻ്റെ ഗുരു എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ഗുരു എംപവർ ചെയ്യുന്നു, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു കലികാലത്തില് നമുക്ക് ഇത് കിട്ടാനുള്ള യാതൊരു അർഹതയില്ല. അങ്ങനത്തെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഈ പാരാമീറ്റേഴ്സ് ഒന്നും, ഈ പാരാമീറ്റേഴ്സ് കൺസിഡർ ആണെങ്കിൽ നമുക്ക് നമ്മളെ എവിടെയില്ല. വി ആർ നോട്ട് ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. നമ്മൾ ഓണർ ഡിസോണറിൽ ഈക്വിപ്പോയ്സ്ഡ് അല്ല, ആണോ? എന്നെ ഇപ്പൊ ഒരാള് ചീത്ത പറയുകയാണെങ്കിൽ താങ്ക് യു വെരി മച്ച്, ഇനിയും കീപ് ഡൂയിങ് ദാറ്റ് ഞാൻ പറയോ? ഗ്ലോറിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞ് എത്ര വേണമെങ്കിൽ പറഞ്ഞു പറയും. നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പ്രാവശ്യം രാധാറാണി വൃന്ദാവനത്തിൽ പോയി. എന്തായാലും പറയാ എന്താ ഇവിടെ കുട്ടികളുടെ ഭാഷയിൽ എന്താ പറയാ? സ്റ്റേ ഓവർ അല്ലേ? അല്ലേ സ്ലീപ്പ് ഓവർ സ്റ്റേ ഓവർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോ ബർസാനിന്ന് ഇവിടെ പോയി, എവിടെ? വൃന്ദാവനിൽ പോയി. അപ്പൊ യശോദമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് രാധാറാണി ഏനോ ഒരു ഭോഗ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യില്ല. കൃഷ്ണനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രാധാറാണി വിളിക്കും ഓരോ ന്യൂ ഡിഷസ്. അപ്പൊ അവിടെ സ്റ്റേ ഓവറിന് പോയി വളരെ സന്തോഷമായി കുറച്ച് ദിവസം താമസിച്ചു. അവിടെ താമസിച്ചിട്ട് തിരിച്ച് ബർസാനയിൽ തൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഋഷഭാന് അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റേ? കാണിച്ചാൽ ചില സമയത്ത് അവിടെ പോയിട്ട് പുതിയ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു വളരെ നന്നായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു, ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്താണ് ആ കാര്യം? അതായത് കൃഷ്ണൻ എല്ലാവർക്കും ദാനം കൊടുക്കുന്നുണ്ട്, ചാരിറ്റി. ഒരുപാട് വലിയ ക്യൂ ആണ്, എല്ലാവരും വന്നിട്ട് കൊടുക്കുമ്പോൾ അവര് പാത്രം കൊണ്ടുവരാൻ പറയും, പാത്രത്തില് കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാരിൽ പാത്രം ഉണ്ടാവില്ല, അപ്പോൾ കൃഷ്ണൻ തിരിച്ച് പറഞ്ഞേക്കും, പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവങ്ങൾ ഇത്ര നേരം വെയിലത്ത് ക്യൂവിൽ നിന്നിട്ട് അവിടെ ടേൺ വരുമ്പോൾ പാത്രം ഇല്ലാത്ത കാര്യം കൊണ്ട് തിരിച്ച് പറഞ്ഞേക്കും. അപ്പൊ അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞാനന്ന് നന്ദ മഹാരാജിനോട് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ പിന്നീട് നന്ദ മഹാരാജിനോട് കാണുമ്പോൾ ഋഷഭാനു മഹാരാജ് പറയും ഇങ്ങനെ രാധാറാണിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ ഇതാണ് സംഗതി പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ അത് കേൾക്കുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞു ശരിയാണ്, എൻ്റെ ഈ അവതാരത്തില് ഞാൻ പാത്രം നോക്കിയിട്ട് കൊടുക്കുന്നു. ഈ പാത്രത്തില് ഓട്ടമുള്ള പാത്രം കൊടുന്നാൽ അതിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും നിൽക്കില്ല, അല്ലേ? നമ്മുടെ ഒരു കുടമുണ്ട് അല്ലെങ്കിൽ ഒരു പാത്രമുണ്ട്, അതിന് മുഴുവൻ ദ്വാരങ്ങളാണ്, വെള്ളം നിറച്ചാൽ നിൽക്കുകയില്ല, നിൽക്കില്ല. അപ്പൊ പാത്രം നോക്കിയിട്ട് ഞാൻ കൊടുക്കും, പാത്രമില്ലേ ഞാൻ കൊടുക്കില്ല. അതായത് നമുക്ക് അതിനൊരു റിസീവിങ് കപ്പാസിറ്റി ആണ്. ആ റിസീവിങ് കപ്പാസിറ്റി ഫുൾ ഓഫ് ഹോൾസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ എന്താണ് ആ ഹോൾസ്? കാമക്രോധ ലോപമോഹ മതമാസക. ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ, ആ പാത്രത്തിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നല്ലതായിട്ട് നടക്കാൻ പറ്റുക? അപ്പൊ അത് ക്ലീൻ ചെയ്ത് വരണം, നല്ല പാത്രം കൊണ്ടുവരണം. നിങ്ങൾ പാത്രമേ കൊണ്ടുവരണം, നിങ്ങൾക്ക് പാത്രമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തരിക? അപ്പൊ അതുകൊണ്ട് ഈ അവതാരത്തിൽ ഞാൻ പാത്രം നോക്കിയിട്ട് കൊടുക്കുന്നു, അർഹത നോക്കിയിട്ട് കൊടുക്കുന്നു. എന്നാൽ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം രജ അഹം ത്വം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി. എല്ലാ സോക്കോൾ ധർമ്മങ്ങളും, അതായത് വർണ്ണാശ്രമധർമ്മം ഇതൊക്കെ വിടണം. രാജധർമ്മം, ഈ ധർമ്മം, ആ ധർമ്മം, ഒരുപാട് ധർമ്മങ്ങളുണ്ട്. കുലധർമ്മം, പത്നിധർമ്മം, പതിധർമ്മം, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ എന്താ ഒരു നോർമൽ, അതിന്നും ഉയരണം നമ്മൾ. കർമ്മയോഗ, ജ്ഞാനയോഗ, ഇതിന്നൊക്കെ ഉയരണം. എന്നിട്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ ഏതൊരു വ്യക്തിയാണോ ശരണം പ്രാപിക്കുന്നത് ആ വ്യക്തിയാണ് അർഹതപ്പെട്ടവൻ. അതേപോലെ ഈ ക്രൈറ്റീരിയ, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഇവിടെ കണക്കിലെടുക്കും.
പക്ഷേ ഞാൻ ഇനി ഒരു അവതാരം എടുക്കും. ആ അവതാരത്തില് ഒന്നും നോക്കില്ല, വിളിച്ചു കൊടുക്കും. അത് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു വിളിച്ചു കൊടുക്കും. നിത്യാനന്ദ പ്രഭു വീട്ടിൽ പോയിട്ട് കൊടുക്കും. ചൈതന്യ മഹാപ്രഭു വീട്ടിൽ വന്നാൽ കൊടുക്കും. ഇപ്പൊ ഒരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കും. പക്ഷെ നിത്യാനന്ദ പ്രഭു അതിലും മെഴ്സിഫുൾ ആണ്. വീട്ടിൽ പോയി കൊടുക്കും. പ്രഭുപാദ അതിലും മെഴ്സിഫുൾ, ഓടിച്ച് പിന്നാലെ പോയിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഓടുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട്, അതിലും ഫാസ്റ്റായിട്ട് ജെറ്റിൽ പോയിട്ട് കൊടുക്കും. അങ്ങനെ എയറോപ്ലെയിനിൽ പോയിട്ട് അമേരിക്കയിലും യൂറോപ്പിലും പോയിട്ട് കൊണ്ടേ കൃഷ്ണൻ എത്തിച്ചു. അതാണ് വ്യത്യാസം. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരവും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരവും രാമാവതാരം എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഈ സമയത്ത് നമുക്ക് സ്പെഷ്യൽ കൺസെഷൻ, അതിലും ഈ സമയത്ത് കാർത്തിക മാസത്തില് കൂടുതൽ ഡിസ്കൗണ്ട്. ഇപ്പൊ പുരുഷോത്തമ മാസം നമുക്ക് അതിലും കൂടുതൽ ഡിസ്കൗണ്ട്. ഇനി എന്താ ചെയ്യുക? ഇതിലും ഇതെന്താ ഇത്രയൊക്കെ നമുക്ക് തന്നിട്ടും എന്നിട്ട് നമുക്കത് മേടിക്കാനുള്ള ആ ഒരു ഇൻക്ലിനേഷൻ നമുക്കില്ല. അപ്പൊ ആരുടെ കുഴപ്പമാണ്? വെറുതെ തരാന്ന് പറഞ്ഞിട്ടും നമുക്ക് വേണ്ട. നമ്മുടെ കുഴപ്പമാണ്, ഭഗവാന്റെ കുഴപ്പമാണ്. അപ്പോ ഇവിടെ ഭഗവാൻ ഒരുപാട് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാണ്. ആരാണ്? ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്, who is equipoise in honor and dishonor, മാന അപമാനം, ഹീറ്റ് ആൻഡ് കോൾഡ്, ചൂടും തണുപ്പും, ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്, സന്തോഷം ദുഃഖം, ഫെയിം ആൻഡ് ഇൻഫെമി, യശസ്സും അപകീർത്തിപ്പെടുന്ന, അതായത് അല്ലെ അപകീർത്തി, who is always free from contaminating, അസത്സംഗം, സത്സംഗം മാത്രമേ പാടുള്ളൂ, അസത്സംഗത്തിന് വിട്ടു നിൽക്കണം. ഓൾവേസ് സൈലന്റ് ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ്. എന്താണ് ഓൾവേസ് സൈലന്റ് എന്ന് പറഞ്ഞാൽ? മിണ്ടാണ്ടിരിക്കുകയല്ല, മൗനവ്രതമല്ല, പ്രജൽപ്പം നിർത്താൻ, ഗോസിപ്പ് നിർത്താൻ. അതാണ് പറയുന്നത്. ഞങ്ങളുടെ മൗനവ്രതം, നമ്മള് ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ എത്ര വേണം ചെയ്യാം. ദാറ്റ് ഈസ് സൈലൻസ്. നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഈസ് പ്രജൽപ്പ. സോ ഹു ഡസൻ കെയർ ഫോർ എനി റെസിഡന്റ്. വീടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഗോസ്വാമിമാരൊക്കെ അവർക്ക് ചെറിയ കുടില്, പിന്നെ പുറമെ എവിടെയും പോയി വീട്ടിലെത്തിയില്ലെങ്കിൽ അവർ മരച്ചോട്ടിൽ താമസിക്കും. അതും ഇന്നൊരു മരച്ചുവട്ടിലാണെങ്കിൽ നാളെ ആ മരച്ചുവട്ടിൽ താമസിക്കില്ല അവർ. കാരണം എന്താണ്? അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. അവർ വേറെ മരത്തിന്റെ സ്ഥലം. അപ്പൊ നമ്മളിപ്പോ ഒരേ വീട്ടിൽ തന്നെ, ഇപ്പൊ നമ്മളൊക്കെ, എനിക്കൊക്കെ ഒരു ബെഡിനുള്ള ഒരു സ്ഥലത്ത് കിടക്കണം, അവിടെ തന്നെ കിടക്കണം. അറ്റാച്ച്മെന്റ്. നമ്മുടെ ഒരു പെന്നുണ്ടെങ്കിൽ ആ പെന്ന് നമുക്ക് അത്ര അറ്റാച്ച്മെന്റ് ആയിരിക്കും. നമുക്കൊരു സോഫയിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച്ഡ് ആയി. അങ്ങനെ എല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇവിടെ ഗോസ്വാമിമാരെ ഇവിടെ ഒരു മരത്തിൽ താഴെ കടന്നാൽ ഒരു രാത്രി, പിറ്റേ ദിവസം അവർ മാറും. അപ്പൊ ഒരു സാധു പശുവിനെ കറക്കാൻ എത്ര സമയം എടുക്കുന്നു? അത്ര സമയം ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അറ്റാച്ച്മെന്റ് പാടില്ല. അതിന് കൂടുതൽ സമയം വന്നാൽ ആ സ്ഥലത്തിനോട്, അവിടുത്തെ ആൾക്കാരോട് അറ്റാച്ച്മെന്റ് വരും. അപ്പോൾ നമ്മൾ സൈലൻസ്, പ്രജൽപ്പ പാടില്ല. റെസിഡൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാ പ്രഭുപാദോട് ചോദിക്കുന്നുണ്ട്, പ്രഭുപാദ്, യു ആർ എ സന്യാസി, you are a renunciant, okay, and you are traveling by aeroplane, you are traveling by Mercedes, you are traveling by Rolls Royce and all. Why are you using all this what you call luxurious means? But Prabhupada പറയുന്നു, see, I am the representative of the Supreme Personality of Godhead. ഞാൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാന്റെ പ്രതിനിധിയാണ്. So I should be treated like God, as good as God. So why I shouldn't accept it? അത് ഒരുത്. പിന്നെ പറഞ്ഞു, I have to satisfy the desires of my disciple. എൻ്റെ ഡിസൈപ്പിൾസ് വളരെ സ്നേഹത്തോടുകൂടി അവർ എനിക്ക് തരുന്നു. ഞാൻ അവരുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർ തന്നാലും എനിക്ക് കുഴപ്പമില്ല, തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വലിയൊരു ബംഗ്ലാവ് തന്നാൽ ഞാൻ അതിൽ പുറങ്ങും. ഇനി അതില്ല, ഒരു കുടിലാണെങ്കിൽ അത് തന്നു. അതില്ല, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണെങ്കിൽ ഞാൻ അവിടെ, എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. സോ വെദർ യു ഗിവ് മീ എ ഗുഡ് ഫെസിലിറ്റി ഓർ നോ ഫെസിലിറ്റി, ഐ ആം നോട്ട് അറ്റാച്ച്ഡ് ടു എനിത്തിങ്. ദാറ്റ് ഈസ് റെനൗൺസിയേഷൻ, യുക്ത വൈരാഗ്യം. എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ അറ്റാച്ച്മെന്റ് പോകും. എൻ്റെ ശിഷ്യന്മാരെ ഞാൻ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് പ്രഭാതിക്ക്, വാച്ചസും അതും ഇതൊക്കെ ആയിട്ട്.
He accepts it. ഒന്ന് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് immediately he will give it to his disciples. He'll keep one. അത് കഴിഞ്ഞ് ഒരുപാട് എക്സ്ട്രാ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ വിലപ്പെട്ടതാണെങ്കിൽ ഇപ്പൊ ഗോൾഡ് തരാണ് ഇപ്പൊ എനിക്ക്, ഞാൻ അത് ഫ്രീ കൂടുതലുണ്ടെങ്കിലും ഞാൻ കൊടുക്കില്ല. ഇറ്റ് ഈസ് വാല്യുബിൾ. ഗോൾഡ് മീൻസ് മണി. അപ്പൊ ഞാനത് അവിടെ സ്വീകരിച്ചിരിക്കും. പക്ഷെ പ്രഭുപാദ് അങ്ങനെയല്ല. വാട്ട് എവർ ഹി ഗെറ്റ്സ്, ഹി ഡസൻറ്റ് റിക്വയർ, ഹി വിൽ ഗിവ് ഇറ്റ്. സോ അതിനോട് അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. അപ്പൊ അത് റെസിഡൻസ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഈസ് ലീസ് ബോതേഡ്. പ്രഭുപാദന് പിന്നെ ചോദിക്കും, മായപ്പൂരിലെ ഇത്ര വലിയ ബിൽഡിങ്ങും കോംപ്ലക്സും ഉണ്ടാക്കി എന്തിനാണ്? നോട്ട് ഫോർ മീ. എൻ്റെ ശിഷ്യന്മാര് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അവരൊന്നും ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ജീവിച്ചിട്ട് ശീലിച്ചിട്ടില്ല. അപ്പൊ അതുമാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് വിസിറ്റേഴ്സ് വരും. അവരൊന്നും റിനൻഷ്യൻസ് അല്ല, അവരൊന്നും ത്യാഗം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരല്ല. അവർക്ക് നല്ല ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവരാരും ഇവിടേക്ക് വരില്ല, മായപ്പൂരിൽ വരില്ല. അപ്പൊ അവർക്ക് ഒരു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി നല്ല നല്ല ബിൽഡിങ്സും അക്കോമഡേഷനും ഒരു ആംബിയൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെലവാക്കിയിട്ട് ഗോർജിയസ് ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നാലേ മായപ്പൂരിലേക്ക് വരുള്ളൂ. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ മേഴ്സി കിട്ടുള്ളൂ. നമ്മളൊരു കുടിൽ ഉണ്ടാക്കി കൊടുത്താൽ, ഒരു ഹട്ടുണ്ടാക്കിയ ഹെർമിറ്റേജ് ഉണ്ടാക്കി ആരും വരില്ല, ഫോറിനേഴ്സ് ആരും വരില്ല. ഇന്നിപ്പോൾ അവിടെ ഫുൾ ഓഫ് ഫോറിനേഴ്സ്. കാരണം എല്ലാ ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സിയും കിട്ടും. അപ്പോൾ who doesn't care for any residence, who is fixed in knowledge and who is engaged in devotional service, such a person is very dear to me. So a devotee is always free from all bad association. Sometimes one is praised and sometimes one is defamed. That is the nature of human society. But a devotee is always transcendental to artificial fame and infamy, distress or happiness. He is very patient. ക്ഷമ. എന്ത് സംഭവിച്ചാലും ശരി, ക്ഷമയോടുകൂടി അത് സഹിച്ച് ഇരിക്കും. അതിന് നോ റിയാക്ഷൻ. നമ്മൾ ഇമ്മീഡിയറ്റ്ലി പൊട്ടിത്തെറിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലേ? റിയാക്ഷൻ. അപ്പൊ അതിന് വീണ്ടും ആ ആക്ഷന് വീണ്ടും റിയാക്ഷൻ ഉണ്ടായിരിക്കും. കൗണ്ടർ ആക്ഷൻ, റിയാക്ഷൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഹി ഡസ് നോട്ട് സ്പീക്ക് എനിത്തിങ് ബട്ട് ദ ടോപ്പിക്സ് ഓഫ് കൃഷ്ണ. ദാറ്റ്ഫോർ ഈസ് കോൾഡ് സൈലന്റ്. ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, സൈലന്റ് സ്പീക്കർ ഉണ്ടാതിരിക്കുന്നല്ല, ഭഗവാന്റെ കാര്യം അല്ലാണ്ട് വേറൊന്നും. അത് ഏതൊരു കാര്യമാണ് നമുക്ക് സ്പിരിച്വലായിട്ട് ഒരു പ്രോഗ്രസ് കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, വെദർ കൃഷ്ണാസ് ഓർ കൃഷ്ണ ടോപ്പിക് ഓർ കൃഷ്ണാസ്, ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഡിവോട്ടീസ് ആണെങ്കിലും ശരി, ലീലകളാണ് ശരി, പാരഫനാണെങ്കിലും ശരി, ധാമാനും ശരി, അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് കൃഷ്ണ കോൺഷ്യസ് ടോക്ക്. Silent does not mean that one should not speak. Silent means that one should not speak nonsense. That's clear, right? One should not speak nonsense. That is silence. One should speak only of essentials. And the most essential speech for a devotee is to speak for the sake of the Supreme Lord. Devotee is happy in all conditions. Sometimes he may get very palatable foodstuffs, sometimes not, but he is satisfied. നമ്മൾ എവിടെയെങ്കിലും പോയാൽ എങ്ങനെയായിരുന്നു സദ്യ? എല്ലാം കൊള്ളാം, പക്ഷെ ആ ചോറ് വെന്തിട്ടേ ഇല്ല, വായിലേക്ക് വെക്കാൻ പറ്റില്ല, അല്ലേ? ഓരോന്നിനും പിന്നെ അതെങ്ങനെയാണ്, കാണാനൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. അങ്ങനെ നമ്മളെല്ലാം കംപ്ലൈന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? നല്ല ഭക്ഷണമാണ് ശരി. സുജയ പ്രഭു, കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഹരി പ്രഭു, ഒരു കംപ്ലൈന്റും ഇല്ല പ്രഭു. Sometimes not, but he is satisfied. Nor does he care for any residential facility. വീടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. He may sometimes live underneath a tree and he may sometimes live in a very palatial building. They are not attached. He is attracted to neither. ഒന്നിനോടും ആസക്തിയില്ല. He is called fixed because he is fixed in his determination and knowledge. We may find some repetition in the descriptions of the qualification of devotee.
But this is just to emphasize the fact that a devotee must acquire all these qualifications. പ്രഭുപാദ് പറയുന്ന ഈ ശ്ലോകങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ട്. എന്തിനാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത്? റിപ്പീറ്റേഷൻ ഇസ് ദ മദർ ഓഫ് ലേണിംഗ് അല്ലേ? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി അപ്പോഴേ നമ്മുടെ തലയുടെ ഉള്ളിൽ പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇസ്കാൻ സെ സുനോ ഇസ്കാൻ സെ ചോടോ ഇസ്കോൺ ഹോ ഗയാ. അപ്പൊ ഇവിടെ കേട്ടിട്ട് യു ഷുഡ് പെനട്രേറ്റ് ഇൻ ടു യുവർ ഹാർട്ട്. അപ്പൊ അതാണ് പറയുന്നത്. സോ വിതൗട്ട് ഗുഡ് ക്വാളിഫിക്കേഷൻ വൺ കനോട്ട് ബി എ പ്യൂർ ഡിവോട്ടി. ഹറാവ് അഭക്തസ്യ കുതോ മഹത് ഗുണ. One who is not a devotee has no good qualification. One who wants to be recognized as a devotee should develop the good qualification. Of course, he does not extraneously endeavor to acquire this qualification, but engagement in Krishna consciousness and devotional service automatically helps him develop them. Okay. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഈ ക്വാളിറ്റീസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കല്ല. നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ ഇടപെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ക്വാളിഫിക്കേഷനൊക്കെ വന്നു ചേരും, ഈ ക്വാളിറ്റീസ് ഒക്കെ വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് 20, the last verse of this chapter. യേതു ധർമാമൃതം ഇദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. യേതു ധർമാമൃതം ഇദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. യസ്മി മാതാജി. ये तु धर्मामृतम् इदं यदोक्तं पर्युपासते श्रद्धा धना मत्परमा भक्तास्ते तीव मे प्रियः. अतीव मे प्रियः. पार्वती माताजी. ये तु धर्मामृतमिदं यथोक्तं पर्युपासते श्रद्धा दाना मत्परमा भक्तास्ते त्विव मे प्रियः. बोल अर्चना माताजी. हरे कृष्ण. येदु धर्मामृतमिदं यथोक्तं पर्युपास्यते श्रद्धा दाना मत्परमा भक्तास्तेऽतीव मे प्रिया. बोल सुजय प्रभन माताजी. हरे कृष्ण प्रभु. हरे कृष्ण. ये तो धर्मामृताम् इदं यथोक्तं पर्युपासते श्रद्धा धन मत्परमा भक्तास्ते तीव मे प्रियः. हरे कृष्ण प्रभु. हरे कृष्ण प्रभु जी. ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാ മത്പരമാ ഭക്താസ്തേ തീവ മേ പ്രിയഃ. നാശരഹിതമായ ഈ ഭക്തിയുത സേവന മാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവസാനം പറഞ്ഞു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. Those who follow this imperishable path of devotional service and who completely engage themselves with faith, making me the supreme goal, are very, very dear to me. അത് വരെ വെരി ഡിയർ ഉള്ളൂ. ഇപ്പൊ എന്താണ്? വെരി വെരി ഡിയർ ടു മീ അല്ലേ? അപ്പൊ എന്താണ് പറയുന്നത്? Those who follow the imperishable path, നാശമില്ലാത്ത പാതാണത്. എന്ത്? ഡിവോഷണൽ സർവീസ്. മറ്റതെല്ലാം ടെമ്പററി ആണ്, അത് നശിച്ചുകൊണ്ടിരിക്കും. ഭൗതിക തലത്തിലുള്ള എന്തും ടെമ്പററി ആണ്, അത് നശിക്കും ചെയ്യും. ആൻഡ് ഹു കംപ്ലീറ്റ്ലി എൻഗേജ് ദംസെൽഫ് വിത്ത് ഫെയ്ത്ത്, ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ആരാണോ ഏർപ്പെടുന്നത്, ആരാണോ എന്നെ പരമ ലക്ഷ്യമായിട്ട് സുപ്രീം ഗോളായിട്ട് കാണുന്നത്. നമ്മളുടെ എല്ലാവരുടെയും പരമലക്ഷ്യം ആവുന്നല്ല. നമ്മൾ പറയാൻ ചിലപ്പോൾ പറയുമായിരിക്കും, ഐ വോണ്ട് ടു അറ്റൈൻ ദ സുപ്രീം ഗോൾ, ശ്രീകൃഷ്ണ മുക്തി, ഇതൊക്കെ പറയും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വേറെ പലതായിരിക്കും. ആ ഗോളിന്, ആ ഒരു ലക്ഷ്യത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ പ്രവൃത്തി അതായിരിക്കില്ല. അപ്പൊ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കും. അതാണ് എൻഗേജ് ദംസെൽഫ് വിത്ത് ഫെയ്ത്ത് കംപ്ലീറ്റ്ലി. നമ്മൾ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
and making me the Supreme. So what is my ultimate goal? Krishna Prema. Okay? Attachment to Krishna. ഭഗവാൻ പറയുന്നുണ്ട്, അതായത് എൻ്റെ ഭക്തന്മാര് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ട്യം, ഈ 4 മുക്തി ലിബറേഷൻ കൊടുത്താലും അവർ വേണ്ടാന്ന് പറയും. നമ്മൾ വേണ്ടാന്ന് പറയും. അപ്പൊ വിളിച്ച് പറയണോടെ, ഞാൻ നിങ്ങൾക്ക് മുക്തി തരാൻ പോണ വൈകുണ്ഠത്തിൽ വിളിക്കുകയാണ്. സാലോക്യം, എൻ്റെ ലോകത്തിൽ നിങ്ങൾക്ക് താമസിക്കാൻ റെസിഡൻസ് തരാം. അല്ലെങ്കിൽ സാമീപ്യം, എൻ്റെ അടുത്ത്. പറയുന്നുണ്ട്, പ്രഭുപാദ പറയുന്നുണ്ട്, മൈ ഡിസൈപ്പിൾസ് wants to take my association, but it should not be like the mosquito taking association. മോസ്കിറ്റോ നമ്മുടെ അസോസിയേഷൻ എടുക്കുക, നമ്മുടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്തം കുടിക്കുകയാണ്. നോട്ട് ദാറ്റ് അസോസിയേഷൻ. ആ അസോസിയേഷനല്ല വേണ്ടത്. സാമീപ്യം, ഭഗവാന്റെ ആ സാമീപ്യത്തിൽ നമുക്ക് ജീവിക്കാം. സാക്ഷ്യം, ഭഗവാന്റെ ഒപ്പുലൻസോടുകൂടി നമുക്ക് ജീവിക്കാം. ഓക്കെ. സാരൂപ്യം, ഭഗവാന്റെ രൂപത്തോടെ നമുക്ക് ഭഗവാന്റെ ധാമയിൽ ജീവിക്കാം. ഇതൊന്നും കൊടുത്താലും he will not accept. My pure devotee will not accept if it is without the service. This plus service is there, definitely it accept. Now if they are getting this liberation without any service, they will not accept it. അങ്ങനെ സംഭവിക്കില്ല. ജസ്റ്റ് ഫോർ ആർഗ്യുമെന്റ് സേക്ക് ഭഗവാൻ പറയാണ്, ഇത് കൊടുത്താലും സർവീസ് ഇല്ലാതെ ഇതെല്ലാം കൊടുത്താലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് എന്താ വേണ്ടത്? എല്ലാറ്റിലും മീതെ എന്താണ്? സേവനം. എല്ലാറ്റിലും മീതെ സേവനമാണ്. കാരണം നമ്മൾ അതൊക്കെ എന്താ? പേഴ്സണൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. എനിക്ക് ഭഗവാന്റെ രൂപം കിട്ടണം, ഭഗവാന്റെ ഐശ്വര്യം കിട്ടണം, ഭഗവാന്റെ അടുത്ത് താമസിക്കണം, അല്ലെ, ഭഗവാന്റെ ലോകം, ഇതെല്ലാം പേഴ്സണൽ. പക്ഷെ അവിടെ സർവീസ് ഇല്ലെങ്കിൽ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. സോ മുക്തി അവർക്കൊരു വിഷയമല്ല. അവർക്ക് എന്താണ്? സർവീസ്. അപ്പൊ സുപ്രീം ഗോൾ ടു ഗെറ്റ് കൃഷ്ണ പ്രേമ, ടു അറ്റാച്ച് വിത്ത് കൃഷ്ണ ഇൻ സർവീസ് ടു ഹിം. അപ്പൊ അങ്ങനത്തെ ഒരു ഭക്തനാണ് എനിക്ക് വളരെ വളരെ പ്രിയമായിട്ടുള്ള ഭക്തൻ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ, from verse 2 through the end, from Mayavesha Manoyemam, fixing the mind on me, through Yetu Dharmamridam Idam, this religion of eternal engagement. അതായത് ഫ്രം വേഴ്സ് 2 മുതൽക്ക് അവസാനത്തെ വേഴ്സ് വരെ എന്താണ് പറയുന്നത്? Supreme Lord has explained the process of transcendental service for approaching him. ഈ ചാപ്റ്ററിന്റെ ക്യാപ്ഷൻ എന്താണ്? ഡിവോഷണൽ സർവീസ്, അല്ലെ? അപ്പോ 2ാമത്തെ ശ്ലോകം മുതൽക്ക് അവസാനത്തെ ശ്ലോകം വരെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? The processes of transcendental service for approaching him. Such processes are very dear to the Lord, and he accepts a person engaged in them. The question of who is better, one who is engaged in the path of impersonal Brahman, or one who is engaged in the personal service of the Supreme Personality of Godhead, was raised by Arjuna. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? അർജുന വാച്ച മയ്യാവേശ മനോയ, what is that? മയ്യാവേശ മനോയമാം നിത്യയുക്ത ഉപാസതേ. No, not that. What is that first slogan? Arjuna vacha ഓക്കെ, അതന്നെ. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതായത് ഭഗവാന്റെ പേഴ്സണൽ ഫോമില് നമ്മള് പ്രാർത്ഥിക്കണോ അതോ ഇംപേഴ്സണൽ ബ്രഹ്മ, വിച്ച് ഈസ് ഹയർ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള എല്ലാ ശ്ലോകങ്ങളും കൂടി ഭഗവാൻ പറയുന്നത് എന്താണ് ബെറ്റർ. അപ്പോ ഏത് പാത്ത് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ? ഇതാണ് ഇവിടെ പറയുന്നത്. So was raised by Arjuna, and the Lord replied to him so explicitly that there is no doubt that devotional service to the personality of Godhead is best of all processes of spiritual realization. In other words, in this chapter it is decided that through good association one develops attachment for devotional service, for pure devotional service, and thereby accepts a bona fide spiritual master, and from him begins to hear and chant and observe the regulatory principles of devotional service with faith, attachment, and devotion, and thus becomes engaged in the transcendental service of the Lord. This path is recommended in this chapter. Therefore, there is no doubt that devotional service is the only
absolute path for self-realization for the attainment of the supreme personality of God. The impersonal conception of the supreme absolute truth, as described in this chapter, is recommended only up to the time one surrenders himself for self-realization. അപ്പോൾ ഇമ്പൾസൽ പാത്ത് ഏതുവരെ ഓക്കെയാണ്? ടിൽ വൺ സറണ്ടേഴ്സ് ഫോർ സെൽഫ് റിയലൈസേഷൻ, അതുവരെ ഓക്കെയാണ്. സെൽഫ് റിയലൈസേഷൻ ആഗ്രഹമുണ്ട്, one has to surrender totally, then transfer himself to personalism. That is incomplete. Impersonal ആ ഒരു പാത്ത് ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആവണമെങ്കിൽ പേഴ്സണലിസത്തിൽ വരണം. So in other words, as long as one does not have the chance to associate with a pure devotee, the impersonal conception may be beneficial. In the impersonal conception of the absolute truth, one works without fruitive result, meditates and cultivates knowledge to understand spirit and matter. Spirit matter എന്നുള്ള തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും ഈ നോളജ് വേണ്ടിയിട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് നമുക്ക് ശരിക്കും ഭഗവാന്റെ ധാമിലേക്ക് പോകണം. ഭഗവാന്റെ ഫുൾ 100, അതായത് ഫുൾ ആസ്പെക്ട്, ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ, ഈ ഫുൾ ആസ്പെക്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണലിസം, ഭഗവാനെ പേഴ്സണായിട്ട് മനസ്സിലാക്കണം. ദിസ് ഈസ് നെസസറി ആസ് ലോങ് ആസ് one is not in the association of pure devotee. Fortunately, if one develops directly a desire to engage in Krishna consciousness in pure devotional service, he does not need to undergo step-by-step improvements in spiritual realization. അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ ഡയറക്ട്ലി ഈ കൃഷ്ണാവബോധത്തിലെ കൃഷ്ണ ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ, ആഗ്രഹമുണ്ട്, അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. Straight away, directly, we can do devotional activities. So devotional service, as described in the middle 6 chapters of Bhagavad Gita, is more congenial. One need not bother about materials to keep body and soul together, because by the grace of the Lord, everything is carried out automatically. So ഭഗവാന്റെ ശ്രദ്ധ ഉണ്ടെങ്കിൽ, ഭഗവാന്റെ മേഴ്സിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ അൺനെസറിലി ഭൗതിക തലത്തിലുള്ള ഒരു കാര്യം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതാണ് പറഞ്ഞത്, വൺ നീഡ് നോട്ട് ബോദർ അബൌട്ട് മെറ്റീരിയൽസ് ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ. ഓട്ടോമാറ്റിക്കലി ഹി വിൽ അവാർഡ് us. മൃഗാരിയോട് നാരദ മഹർഷി പറഞ്ഞു, സ്റ്റോപ്പ് ഓൾ യുവർ ദിസ് നോൺസെൻസിക്കൽ ആക്ടിവിറ്റീസ്, മൃഗീയമായിട്ടുള്ള ക്രൂവൽ ആക്ടിവിറ്റീസ്. യു ഡോണ്ട് നോ ഹൗ മച്ച് സിൻസ് യു ആർ കമ്മിറ്റിംഗ് and where you'll end in hell for millions and millions of lifetimes. You'll have to suffer in hellish planets. So, as manasakiyappo, we stopped killing the animals. Appo next question, Narada Maharshi, how can I survive? How can I maintain my family? Don't worry. You don't bother about that. Just be a devotee. ഓട്ടോമാറ്റിക്കലി വിൽ ബി ടേക്കൺ കെയർ ഓഫ്. അപ്പൊ ഇത്രയും ക്രൂരനായിട്ടുള്ള ആ ഒരു വ്യക്തി നല്ലൊരു ഭക്തനായി എന്ന് അറിഞ്ഞപ്പോ അതെന്താ പറഞ്ഞ്, ചാൻഡ് ഹോളി നെയിം ആൻഡ് തുളസി മഹാറാണിയെ പൂജിക്കുക, സർക്കംഅംബുലേറ്റ് ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി. യു ഡോണ്ട് ഡു എനി വർക്ക്, യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ടേക്കൺ കെയർ ഓഫ്. ഹാവ് ദാറ്റ് ഫെയ്ത്ത്, ഐ ആം ടെല്ലിങ് യു. അപ്പോൾ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ഇത്രയും ചെയ്താൽ മതി. നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, തുളസി വർഷിപ്പ് ചെയ്യുക, സർക്കംഅംബുലേറ്റ് ചെയ്യുക, ലാസ്റ്റ് വിൽ ബി ടേക്കൺ കെയർ ഓഫ്. അപ്പൊ ഇദ്ദേഹം നല്ലൊരു ഭക്തനായി എന്ന് ഗ്രാമവാസികളൊക്കെ അറിയാൻ സന്തോഷം കൊണ്ട് ഡെയിലി അദ്ദേഹത്തിന്റെ വീട്ടിലെ ധാന്യങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൊണ്ടു കൊടുക്കാണ്. എക്സസ് ആണ്. അപ്പൊ ഡെയിലി അവിടെ സപ്ലൈ ആണ്. ഓട്ടോമാറ്റിക്കലി ഹീസ് ടേക്കിംഗ് കെയർ ഓഫ്. അപ്പൊ നമ്മൾ മെറ്റീരിയലായിട്ട് നമുക്ക് നാളത്തേക്ക് നമ്മൾ ഒരു കൂട്ടിക്കിടം. എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ശ്രദ്ധയില്ല, വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടി വെക്കുന്നത്, അല്ലേ? ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് പണ്ഡിതനോട് ചോദിച്ചു, ശ്രീവാസ്, എപ്പോഴും നീ നാമം ജപിച്ചിരിക്കുകയാണ്, നിനക്ക് ഫാമിലി ഉണ്ട്, ഓക്കെ, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ബ്രദറുണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്, ഈ ഒരു ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല.
എവിടുന്നാ ഈ പണം വരുന്നത്, എങ്ങനെ നീ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അപ്പൊ ശ്രീവാസ് പറഞ്ഞു 3 പ്രാവശ്യം തപ്പ് പൊട്ടി. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ 3 പ്രാവശ്യം ക്ലാപ്പ് ചെയ്ത്, എനിക്ക് എവിടുന്നാ സാധനങ്ങൾ വരുന്നത് അറിയില്ല, എല്ലാം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എത്തും. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എ ടൈം മേ കം ദാറ്റ് ലക്ഷ്മി ഹാസ് ടു ബെഗ് ഡോർ ടു ഡോർ, ബട്ട് യു വിൽ നോട്ട് ഹാവ് ദാറ്റ്, വിൽ നോട്ട് എൻകൗണ്ടർ ദാറ്റ് ടൈം. അതായത് ലക്ഷ്മിജി ഗോഡസ് ഓഫ് ഫോർച്യൂൺ ആണ്. ചിലപ്പോ ലക്ഷ്മിജിക്ക് പണമില്ലാണ്ട് ചിലപ്പോൾ ഡോർ ടു ഡോർ ചെന്ന് യാചിക്കേണ്ട അവസ്ഥ വന്നേക്കാം. പക്ഷേ ശ്രീവാസ്, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. കാരണം യു ഹാവ് 100% ഫുൾ ഫെയ്ത്ത് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് സുപ്രീം ലോർഡ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷ്മിജി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുന്നല്ല വേണം. അതായത് ശ്രീവാസ് പണ്ഡിത്തിന്റെ ആ ഒരു തലം, ശ്രദ്ധ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ നമ്മുടെ അവശ്യ രക്ഷിപേ കൃഷ്ണ, ഏതു പരിസ്ഥിതിയിലും നമ്മളെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം, ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമില്ല, ബാങ്ക് ബാലൻസിന്റെ ആവശ്യമില്ല, അല്ലെ? നമ്മൾ സന്യാസി വര്യന്മാർക്ക്, സാധുജനങ്ങൾക്ക്, അല്ലെ, ബാബാജിമാർക്ക് വല്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, വല്ല വീടോ വല്ലതുണ്ടോ? അവർ കഴിയുന്നില്ലേ? സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് കൊണ്ടും. ആ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും പേടിക്കുന്നത്. അതില്ലാത്തടത്ത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും വി ആർ വറിയിങ് ഫ്യൂച്ചർ, മൈ ചിൽഡ്രൻ, മൈ ഫ്യൂച്ചർ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്താവുക, പൈസ ഇല്ലെങ്കിൽ എന്താവും. ഈ വരി ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ സുപ്രീം ലോർഡ്. ഹരേ കൃഷ്ണ. വഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. Anantapudi Vaishnava ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai, Go Prabhu. Thus end the Bhaktivedanta purports to the 12th chapter of Srimad Bhagavad Gita in the matter of devotional service. His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada Maharaj ki jai. Hare Krishna. Okay, so we'll stop here.